ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്, അപ്പോൾ നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇന്നൊരു ക്ലീനപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർ ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അധികമൊന്നുമില്ല, അപ്പർ ലിപ്പിൻ്റെ മുകളിൽ ചെറുതായിട്ടൊക്കെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അലോവേരയാണ് എടുത്തിട്ടുള്ളത്, നാച്ചുറൽ അലോവേരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അലോവേരയിലും ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു റേസർ എടുത്തിട്ട് എൻ്റെ ഫേസിലുള്ള ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു റേസറാണ്. വളരെ വില കുറവിന് തന്നെ നമുക്ക് വാങ്ങിക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും അലോവേര ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. അപ്പോൾ ക്ലൻസിങ്ങിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ക്ലൻസ് ചെയ്തെടുക്കുക. ഇത് നല്ലൊരു ക്ലൻസറാണ്. നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ക്ലൻസറാണ്. നന്നായിട്ട് ക്ലൻസ് ചെയ്ത ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ വേണം ഫേസ് വാഷ് ചെയ്യാനായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അല്പം ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടവൽ മുക്കിയിട്ട് ഫേസ് ഫുള്ളായിട്ട് സ്റ്റീം ചെയ്ത് കൊടുക്കണം. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് സ്റ്റീം ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് തന്നെ സ്റ്റീം ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ സ്ലൈഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുല്ലപ്പൂ ഒക്കെ കുത്തുന്ന ചെറിയ സ്ലൈഡാണ്. ഇത് ഉപയോഗിച്ച് നമ്മുടെ ഫേസിൽ തരി പോലുള്ള ചെറിയ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൻ്റെ ബാക്ക് വശം ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. സ്ലൈഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേദന ഒന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് തക്കാളി 2ആയി മുറിച്ചതിന് ശേഷം അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡെഡായിട്ടുള്ള സ്കിന്നൊക്കെ പോകാനും നമ്മളിപ്പോൾ സ്റ്റീം ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൾസൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ അതിനകത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആവാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് ഞാനൊരു പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാക്കിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 തക്കാളിയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുൾട്ടാണി മിട്ടിക്ക് പകരം കടലമാവോ ചെറുപയർ പൊടിയോ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മുടെ കഴുത്തിലും കൂടെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതൊരു 20 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാം. അപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷമാണിത് മസാജ് ചെയ്തിട്ട് വേണം നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അലോവേര ജെൽ എടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് മസാജ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലീനപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.